തർക്കപ്രദേശവും കടുത്ത നിയന്ത്രണവുമുള്ള ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ മിന്നൽ സന്ദർശനം നടത്തി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. യുദ്ധമുഖത്തായിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് വേണ്ടിയും ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ തിരിച്ചുവരവിനു വേണ്ടിയും പ്രാർത്ഥിക്കാനാണ് താൻ ഈ യാത്ര നടത്തിയതെന്ന വിശദീകരണമാണ് ഇത്തമാർ ബെൻഗുർ നൽകിയിരിക്കുന്നത്. തർക്കപ്രദേശവും കടുത്ത നിയന്ത്രണവുമുള്ള ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ മിന്നൽ സന്ദർശനം നടത്തി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. യുദ്ധമുഖത്തായിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്കു വേണ്ടിയും ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ തിരിച്ചുവരവിനു വേണ്ടിയും പ്രാർത്ഥിക്കാനാണ് താൻ ഈ യാത്ര നടത്തിയതെന്ന വിശദീകരണമാണ് ഇത്തമാർ ബെൻഗുർ നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷയെ മുൻപിൽ കണ്ടുകൊണ്ടും ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ വേഗത്തിലുള്ള തിരിച്ചുവരവിനും വേണ്ടിയാണ് താൻ യഹൂദരുടെ വിശുദ്ധ സ്ഥലമായ ടെമ്പിൾ മൗണ്ട് സന്ദർശിച്ചതെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്തമാർ ബെൻഗുർ വ്യക്തമാക്കി. നിലവിൽ സംഘർഷ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ജെറുസലേമിലെ പ്രദേശമാണ് പഴയ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ടെമ്പിൾ മൗണ്ടും അൽ-അക്സ മോസ്കും അടങ്ങുന്ന പരിസര പ്രദേശങ്ങളും. കഴിഞ്ഞ ഓഗസ്റ്റിൽ ടിഷ ബിയാവിന്റെ ദിവസത്തിൽ ബെൻഗുർ ടെമ്പിൾ മൗണ്ട് സന്ദർശിക്കുകയും ജൂതന്മാരെ വിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ അനുവദിക്കുക എന്നതാണ് തന്റെ നയമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിന് പുറത്തുനിന്നും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തനിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ടെമ്പിൾ മൗണ്ടിൽ ഒരു യഹൂദ സിനഗോഗ് സ്ഥാപിക്കുമായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കും വിവാദമായിരുന്നു. ബെൻഗുറിന്റെ നടപടിയോട് വിയോജിപ്പുമായി മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. ടെമ്പിൾ മൗണ്ടിലെ നിലവിലെ അവസ്ഥയിൽ വെല്ലുവിളിക്കുന്നത് അപകടകരവും അനാവശ്യവും നിരുത്തരവാദപരവുമാണെന്നും ഇത് ഇസ്രായേൽ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെയും അതിന്റെ അന്താരാഷ്ട്ര മാനങ്ങളെയും ബാധിക്കുമെന്നും യോവ് ഗാലന്റ് കുറ്റപ്പെടുത്തി. അതേസമയം ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ബെൻഗുറിന്റെ ടെമ്പിൾ മൗണ്ട് സന്ദർശനത്തെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നു. പ്രകോപനപരമെന്നാണ് ജോർദാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.